KPCC പുനഃസംഘടനയ്ക്കും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും പട്ടിക വെട്ടിച്ചുരുക്കാൻ KPCC നേതൃത്വം. AICC നിർദ്ദേശപ്രകാരം പട്ടിക വീണ്ടും വെട്ടിച്ചുരുക്കാനുള്ള ചർച്ചകൾ നടത്താനാണ് തീരുമാനം. കേരളത്തിൽ പലവട്ടവും ഡൽഹിയിൽ നിരവധി തവണയും പുനഃസംഘടനാ ചർച്ചകൾ മുന്നോട്ട് പോയി എങ്കിലും തീരുമാനം എങ്ങും എത്തിയിട്ടില്ല. എത്ര DCC അധ്യക്ഷന്മാരെ മാറ്റണം എന്നതിൽ ഇനിയും തീർപ്പായിട്ടുമില്ല. ഇനി ജംബോ പട്ടിക ചുരുക്കാൻ ചർച്ച കേരളത്തിലാണ് നടക്കുക. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നമുക്കറിയാം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് DCC ഭാരവാഹികൾ ആണ് ഇനി പുതിയതായി വരേണ്ടത്. അപ്പോൾ ഈ DCC ഭാരവാഹി പട്ടിക എന്നുള്ളത് ഒരു കീറാമുട്ടിയാണ്. ആരെ മാറ്റും, ആരെ ഉൾക്കൊള്ളും, ഇത് കോൺഗ്രസിന് ഇനിയും അത് തീരുമാനിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനു മുമ്പ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുകയാണ്. അങ്ങനെയല്ലേ ശ്രീകാന്ത്? കോൺഗ്രസിൽ വലിയ നിലയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. DCC ഭാരവാഹികളെ തീരുമാനത്തിൽ എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്നതിൽ പാർട്ടിക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ജംബോ പട്ടിക അത് AICCക്ക് സമർപ്പിക്കുമ്പോൾ അവർ അത് ചുരുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ആരുടെ പേര് ഒഴിവാക്കും, ആരുടെ പേര് ഉൾക്കൊള്ളും, ഇതൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി നിരവധി തവണ ചർച്ചകൾ നടന്നു. കഴിഞ്ഞ ദിവസവും തലസ്ഥാനത്ത് AICC നേതൃത്വവുമായി KPCC പ്രസിഡന്റ് ഈ ഭാരവാഹികളുടെ പട്ടികയുമായി അങ്ങോട്ടേക്ക് ചെന്നെങ്കിലും ഈ വലിയ ജംബോ പട്ടിക അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിലാണ് AICC നേതൃത്വം. അതുകൊണ്ട് ഇത് വെട്ടിച്ചുരുക്കാനുള്ള ചർച്ചകൾ വീണ്ടും കേരളത്തിൽ സജീവമാക്കാൻ പോകുന്നു. പക്ഷേ ഗ്രൂപ്പിസവും വ്യക്തി താല്പര്യങ്ങളും കാരണം ഇതിലൊന്നും തീരുമാനമെടുക്കാനും കഴിയുന്നില്ല. ശ്രീകാന്ത്, തുടരാം. KPCC പുനഃസംഘടനയും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും പട്ടിക വെട്ടിച്ചുരുക്കാനും KPCC നേതൃത്വം മുന്നോട്ട് വരുന്നു. പക്ഷെ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ശ്രീകാന്ത്, കേൾക്കാമെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം? ശ്രീകാന്ത്. വിനോദ്, ഡൽഹിയിൽ കേരള ഹൗസിൽ പല ഘട്ടങ്ങളിലായുള്ള ചർച്ച 3 ദിവസം നടന്നു. രണ്ടാമത് ഇത് നേതൃത്വത്തിന് ഈ പട്ടിക കൈമാറി. പക്ഷേ അത് ജംബോ പട്ടികയായതിനാൽ വെട്ടിച്ചുരുക്കാനുള്ള നിർദ്ദേശമാണ് പകരം ഹൈക്കമാൻഡിൽ നിന്നും വന്നത്. അത് ഇനിയുള്ള ചർച്ചകൾ നടക്കേണ്ടത് കേരളത്തിലാണ്. അതായത് ഡൽഹിയിൽ 3 ദിവസം തമ്പടിച്ച് നടത്തിയ ചർച്ചയിലും KPCC പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് സണ്ണി ജോസഫിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ജംബോ പട്ടികയാകാം എന്നുള്ളതായിരുന്നു പൊതുധാരണ. പക്ഷേ ഹൈക്കമാൻഡ് ഇത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. തിരുവനന്തപുരം DCCക്കായുള്ള VD സതീശന്റെ പിടിവാശി പ്രശ്നമായെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. തന്നെ തഴഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന K സുധാകരന്റെ ഭീഷണി, അത് കണ്ണൂരിലെ DCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് K സുധാകരൻ കുറച്ച് കടുംപിടുത്തം പിടിച്ചത്. അതും വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ചില MPമാർ ഉയർത്തിയ വെല്ലുവിളികളും മറികടക്കാൻ പാർട്ടിക്ക് സാധിക്കാതിരുന്നതോടെയാണ് ഇവിടെ നടന്ന ചർച്ചകൾ പൊളിഞ്ഞ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എല്ലാവരും പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയായിരിക്കും ഇനിയുള്ള ചർച്ചകൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം DCC പിടിക്കാൻ 3 വിഭാഗങ്ങൾ കച്ചമുറുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ചെമ്പഴന്തി അനിലിനായി VD സതീശൻ വാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ T ശരത്ചന്ദ്ര പ്രസാദ്, മണക്കാട് സുരേഷ്, K ശബരിനാഥൻ, RV രാജേഷ്, A വിൻസെന്റ് തുടങ്ങിയവരെ മുൻനിർത്തി വിവിധ ഗ്രൂപ്പുകളും നിലയുറപ്പിച്ചു എന്നുള്ളതാണ് വിവരം. ശരത്ചന്ദ്ര പ്രസാദിനെ ചെന്നിത്തല അടക്കമുള്ളവർ പിന്തുണച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തർക്കം രൂക്ഷമായതോടെ താൽക്കാലിക ചുമതലയുള്ള N ശക്തൻ തുടരട്ടെ എന്ന് അടൂർ പ്രകാശും ശശി തരൂരും നിലപാടെടുത്തു എന്നുള്ളതും ഇതിനൊപ്പം വരുന്നു. കണ്ണൂരടക്കം വടക്കൻ ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ
മാറ്റി നിയമിക്കേണ്ടതില്ല എന്ന് കെ സുധാകരൻ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. KPC പ്രസിഡന്റ് സ്ഥാനത്തൊന്നും തന്നെ നീക്കാൻ ഗൂഢാലോചന നടത്തിയ യുവ നേതാവിനെ ഉപാധ്യക്ഷനാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അത് അനുവദിക്കാനാകില്ല എന്നും കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം പല എംപിമാരും അതത് DCC പ്രസിഡന്റുമാരെ ഉൾപ്പെടെ വിവിധ സ്ഥാനങ്ങളിലേക്ക് പേരുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് ഇനിയും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ എടുത്താലും തീരാത്തത്ര തർക്കം, പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ KPCC പുനഃസംഘടനയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. DCC പ്രസിഡന്റുമാരെ ചൊല്ലിയാണ് വലിയ പ്രതിസന്ധി.